ഇന്ന് പുതിയൊരു ഐറ്റം ഉണ്ടോ? റുബിക്ക റുബിക്ക കഞ്ഞി. കഞ്ഞിയിലുള്ള റുബിക്കയിലുള്ള മുളകാണ് കേട്ടോ. പൊടിക്കൂലേ സംസു? അത് മാന്തള് സംസുവിൻ്റെ ജ്യേഷ്ഠൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇനി അടുത്തത് കഴിഞ്ഞില്ല ഗൈസ്. റുബിക്ക മാത്രമല്ല, നെല്ലിക്ക ഉപ്പിലിട്ടത് അടുത്ത ഐറ്റം. പൊളിക്കട്ടോ. എല്ലാം കഞ്ഞിയിൽ. ഞങ്ങൾ വെറും കഞ്ഞികളല്ല ഗൈസ്, ഞങ്ങൾ കക്കഞ്ഞികളാണ്. യെസ്. അപ്പം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണ്ട. ആദ്യമായിട്ടാണ് റുബിക്ക നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക ഇട്ട് കഞ്ഞി കുടിക്കുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്, ഓരോ സ്ഥലത്ത് പോയിട്ട് കഴിച്ചിട്ട്. പക്ഷെ നമ്മൾ ഇതുവരെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വന്തം റൂമിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലിക്ക റുബിക്കയിലുള്ള മുളക്. എൻ്റെ കളർ കണ്ടാൽ തന്നെ പൊളിക്കും ഗൈസ്. അടുത്തത് മാങ്ങ അച്ചാർ അല്ലേ? ഉപ്പിലിട്ട മാങ്ങ മാങ്ങ അച്ചാറാണ്. യെസ്. അത് കഞ്ഞിയല്ല കേട്ടോ ഗൈസ്, അത് നമുക്ക് ഇവിടെ സൈഡിലാണ് തൽക്കാലം വെക്കുന്നത്. ഇനി ഇതൊന്നും എല്ലാം വെറൈറ്റിയുടെ ഐറ്റം കൂടി വരാണ്ട് കേട്ടോ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അരവണ പായസം. സംസാരം എടുത്താ ഓൾറെഡി ഞങ്ങൾ കഴിച്ചതാട്ടോ അരവണ പായസം. കഞ്ഞി ഭയങ്കര ചൂടാണ് ഗൈസ്. ഇതാണ് കേട്ടോ അരവണ പായസം. ഞങ്ങൾ ഓൾറെഡി കഴിച്ചതാണ്. ഇനിയുണ്ട്. ഈ സലാജ് വെച്ചോ, കേടുവരേണ്ട ഒരു സലാജ് വെച്ചാണ് പൊളിക്കേ. ഇനി അടുത്ത ഐറ്റം ഇതെന്താണ് സംസാ? നെല്ലിക്ക ഉപ്പിലിട്ടത് അച്ചാറല്ലേ? പൊളിക്കും. അതും ഇവിടെ മാന്തളിൻ്റെ കൂടെ തന്നെ ഉണക്കമാന്തള കേട്ടോ. നെല്ലിക്ക, മാങ്ങ, റുബിക്ക, നെല്ലിക്ക ഉപ്പിലിട്ടത്, പച്ചമുളക് എല്ലാം കൂടി ഞങ്ങളിന്ന് പൊളിക്കും. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഉണ്ട് നമ്മൾ ഐറ്റംസൊക്കെ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. ആദ്യം നെല്ലിക്കയും കൂട്ടിയിട്ട് വരട്ടെ. പൊളിക്കും സംസം. ഇത് ആരാ എനിക്ക് ഉണ്ടാക്കിയെന്ന്? ഉണ്ടാക്കിയ നല്ല കയ്പുണി കേട്ടോ, പറയാൻ മറക്കണ്ട. മുളക് കൂട്ടിയിട്ട് എനിക്കിനി മുളക് വേണേ. മുളക് അങ്ങനെ തിന്നാൽ മുഴുവൻ തിന്നു. ഇപ്പം നമുക്കൊരു കഷ്ടമുണ്ട്. അടിപൊളി, എല്ലാം കൊണ്ട് പൊളിക്കും. അപ്പോൾ കഴിച്ച് നമ്മുടെ മാന്തള് നല്ല മുളക് തേച്ചിട്ട് നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയിൽ വറുത്ത സാധനം കേട്ടോ. കൊള്ളാം ഗൈസ്. റൂബിക്ക അടിപൊളി സാധനം. പാലക്കാട്ടുകാരെ മൂളൽ നമുക്കും പറ്റൂലേ? കൊള്ളാം. നെല്ലിക്ക ഞാൻ നാട്ടിൽ പോകണം സോ ഫെബ്രുവരി പോയിട്ട് ഞാൻ വരണേ. നമ്മുടെ ബിരിയാണി ആയിരുന്നു സൂപ്പറല്ലേ, പറയണ്ടോ? അടിപൊളി എടുക്കാൻ പറ്റിയില്ല അല്ലേ? അടിപൊളി ബിരിയാണി ഉണ്ടോ? അന്ന് വീഡിയോ എടുക്കാൻ പറ്റാം. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടില്ല? ബീഫ്, പത്തിരി ഒക്കെ അല്ലേ. വരുമ്പോൾ എന്താ കൊണ്ടില്ല? നല്ല ബിരിയാണി. വീട്ടിൽ നിന്ന് അവൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റ് കയറും. നമ്മളെ പത്തിരി വരെ മാറി.